ജില്ലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, നിർമ്മാണങ്ങളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ വ്യാപകമായി നടക്കുന്ന സമര പരമ്പരകളുടെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയ പാതയിലും സംസ്ഥാന പാതയിലും വേനൽ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും അതനുസരിച്ച് പദ്ധതികൾ ക്രമീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയോ തയ്യാറായില്ല. അതിന്റെ അനന്തരഫലമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമിയെടുപ്പ് നടത്തി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഒക്കെ പടം വെച്ച് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിരന്തരമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലപ്പുറത്തും കാസർഗോഡും കോഴിക്കോടുമൊക്കെ ദേശീയപാതയുടെ പണി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. അടക്കം മണ്ണിടിച്ചിലുണ്ടായത്. പൂർത്തിയായി ഉദ്ഘാടനത്തിന് തീരുമാനിച്ച റോഡ് പോലും പൊളിയുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഏജന്റായ കോർപ്പറേറ്റ് മുതലാളിയായ അദാനിക്ക് ഈ റോഡ് ദേശീയപാതയുടെ പണി കൊടുക്കുകയും ആ പണിയിൽ നിന്ന് 1000 കോടി രൂപയോളം കാത്തി മറ്റു പലർക്കുമായി അതിന്റെ പ്രവർത്തനങ്ങൾ വീതിച്ചു കൊടുക്കുകയും ചെയ്ത് പദ്ധതി പ്രവർത്തനങ്ങൾ തൊടാതെ അതിലേർപ്പെടാത്ത അദാനി ഗ്രൂപ്പിന് 1000 കോടി രൂപയാണ് ഈ വകയിലൂടെ അവരുടെ ഖജനാവിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ UDFന്റെ ഭരണ കാലയളവിലൊക്കെ ദേശീയപാതയാണെങ്കിലും നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂരിലേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ പോകുന്ന പാത എത്രയോ വർഷമായി അനിലക്കര MLA ആയിരുന്ന സമയത്തും CN ബാലകൃഷ്ണൻ ബഹുമാന്യനായ നേതാവ് ഇവിടെ മന്ത്രിയും MLAയുമായിരിക്കുന്ന സമയത്തൊക്കെ അതാത് സമയത്ത് ഇടപെട്ടുകൊണ്ട് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇനി എന്താണ് സ്ഥിതി? പുതുക്കാട് MLA KK രാമേന്ദ്രൻ 2-3 മണിക്കൂറാണ് അവിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നത്. നമ്മുടെ ജില്ലയിൽ ഗുരുവായൂരേക്ക് പോകുന്നതിനെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്ന ആമ്പല്ലൂർ വഴി, ചാലക്കുടി വഴി, അതുപോലെ തന്നെ ഒല്ലൂരിലെ പാതകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ പാതകളും കയ്പമംഗലം വഴിയിൽ നിന്ന് വരുന്ന മതിലകം വഴി, ചേർപ്പ് വഴിയൊക്കെ എത്രയോ കാലങ്ങളായി നാട്ടിക ചേർപ്പ് മേഖലകളിൽ പ്രവർത്തനം നടക്കുന്നു. ഒരു പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവർത്തന അപാകതം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് KPCCയുടെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്താണ്. നമുക്കറിയാം, ഒട്ടേറെ ജനദ്രോഹ നടപടികളുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ മുഖമുദ്ര തന്നെ അഴിമതിയും കമ്മീഷനുമാണ്. ഇപ്പോൾ കമ്മീഷനും മറ്റും കിട്ടുന്നതിന് വേണ്ടി എല്ലാ റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുത്ത് ആ റോഡുകളുടെ പണിയൊന്നും നടക്കാതിരിക്കുകയാണ്. സർക്കാരിന് പെൻഷൻ കൊടുക്കുന്നതിനും ശമ്പളം കൊടുക്കുന്നതിനും കടം മേടിക്കുന്ന സ്ഥിതിയിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിന് ഒക്കെയുള്ള ഫണ്ടുകൾ കൊടുക്കാത്തതുകൊണ്ട് വളരെ സ്ലോവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നത്. അത് തന്നെയല്ല, നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, ആ മഴയെ തുടർന്ന് റോഡ് മുഴുവൻ കുണ്ടും കുഴിയായി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു എറണാകുളത്തേക്ക് പോകണമെങ്കിൽ 2-3 മണിക്കൂർ കൈപ്പിടിച്ച് പോയാലും ചിലപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞാൽ എറണാകുളത്ത് വിദ്യാർത്ഥികളുടെ പരീക്ഷ, ജോലിക്ക് പോകേണ്ട ആളുകൾ, ഇവരുടെയൊക്കെ അവസ്ഥ നമ്മൾ ആലോചിച്ചു. അതുകൂടാതെ തന്നെ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് വിളിച്ചാലും ആംബുലൻസ് പോലും ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് ആ രോഗിക്ക് ആളാപായം സംഭവിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാരായ NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, UDF ചെയർമാൻ NA സാബു, SAA ആസാദ്, CA ശങ്കരൻകുട്ടി, MH ഷാനവാസ്, ജെയ്സൺ മാത്യു, P ഗിരീഷ്, ആൻഡോ ചുങ്കത്ത്, O ശ്രീകൃഷ്ണൻ, സിന്ധു സുബ്രഹ്മണ്യൻ, സന്ധ്യ കൊടക്കാടത്ത്, ബുഷ്ര റഷീദ് എന്നിവർ പ്രസംഗിച്ചു.